ഹലോ, ഇന്ന് നമ്മൾ വ്യത്യസ്തമായൊരു ടേസ്റ്റിലുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ ചെയ്യാൻ പോണത്. നോൺ വെജ് ഒന്നും ചേർക്കാതെ തന്നെ നോൺ വെജിൻ്റെ ഒരു ടേസ്റ്റ് വരുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഗ്രീൻ ബീൻസ് നന്നായി കുതിർത്തിയെടുക്കണം. നന്നായി കുതിർത്തിയെടുത്തിട്ടുള്ള ഗ്രീൻ ബീൻസാണ്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് അരച്ചെടുത്തതിന് ശേഷം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമുക്കതിലേക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇതെല്ലാം ഇളക്കി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കുറേശ്ശെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചെറിയ ഉരുളകളാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. രണ്ട് വശവും നന്നായിട്ട് മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് കോരി പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്.